1973 മെയ് മാസം 5-ാം തീയതി മണ്ണുത്തിക്കടുത്ത് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട ഏറനാട് താലൂക്ക് കണയന്നൂർ വില്ലേജ് ചെമ്മനാട്ടുകരയിൽ ശ്രീമംഗലം തറവാട്ടിലെ ഗോപിനാഥമേനോൻ ദമ്പതികളുടെ 32 കോടി രൂപ വിലമതിക്കുന്ന സ്ഥാവര ജംഗമ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കുന്നതിനു വേണ്ടിയും അവരുടെ ഏക അനന്തരാവകാശിയായ സ്വന്തം മകൻ മൈനർ 3 വയസ്സുള്ള മുകുന്ദൻ മേനോന്റെ ക്ഷേമൈശ്വര്യങ്ങളെ കണക്കാക്കിയും സ്വത്തുക്കൾ നോക്കി നടത്തുവാനും ഗാർഡിയൻ ആൻഡ് വാർഡ്സ് ആക്ട് സെക്ഷൻ 7 പ്രകാരം മുകുന്ദൻ മേനോന് ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ജീവിത സൗകര്യവും കൊടുത്തുകൊണ്ട് പരിപാലിക്കുന്നതിനായി മരണപ്പെട്ട മേൽപ്പടി ഗോപിനാഥ മേനോന്റെ കുടുംബ സുഹൃത്തും വക്കീലുമായ ദാമോദരൻ നമ്പ്യാരെ ഗ്യാരണ്ടറായി ഏൽപ്പിച്ചുകൊണ്ട് ഈ കോടതി ഇതിനാൽ ഉത്തരവാകുന്നു. ഈ ഉത്തരവിന്റെ പകർപ്പ് കൈപ്പറ്റി 7 ദിവസത്തിനകം ഗാർഡിയനായ അഡ്വക്കേറ്റ് ദാമോദരൻ നമ്പ്യാർ സ്വത്തുക്കളെല്ലാം ഏറ്റെടുക്കേണ്ടതും കുട്ടിയുടെ ക്ഷേമൈശ്വര്യത്തിനു വേണ്ടി താൻ ചെയ്യുന്ന പ്രവൃത്തികളും ബിസിനസ് റിട്ടേൺസും പ്രതിമാസ റിപ്പോർട്ടായി കോടതിക്കും പകർപ്പ്. വിഘ്നേശ്വര, വിഘ്നങ്ങളൊക്കെ മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്താ വിശേഷിച്ച്? എല്ലാരും ഉണ്ടല്ലോ. കുട്ടികൾക്ക് ഇന്റർവ്യൂവിന് കാർഡ് വന്നിരിക്കുക. ശ്രീമംഗലത്ത് അവിടെ ജോലിക്ക് ആളെ എടുക്കുന്നുണ്ട്. നന്നായി പ്രാർത്ഥിച്ചില്ലേ? നയന, ഇവൾക്ക് സെലക്ഷൻ ഉറപ്പാ. നയന CV ഒന്ന് മാറിക്കേ. സർ, ഇത് ഓഫീസ് സ്റ്റാഫിനുള്ള ഇന്റർവ്യൂ. പുറം പണിക്ക് നാളെ. ആ കുട്ടിയുടെ ഫയൽ തരൂ. നിന്റെ പേരെന്താണ്? ഇന്ദു. മോളുടെ പേരെന്താണ്? വത്സ. അങ്ങോട്ട് വന്നേ. ആ സാരി എടുത്തോണ്ട് വരണ്ട, ചുരിദാർ ഇട്ടിട്ട് മാത്രം വന്നാൽ മതി. വാ. ഇയാളുടെ പേരെന്താ? ഞാൻ വരുന്നതിന് മുമ്പ് നിന്നോട് ഇന്റർവ്യൂ ചെയ്യാൻ ആര് പറഞ്ഞു? ഇത് ഓഫീസ് സ്റ്റാഫാ. ഞാൻ ഇന്റർവ്യൂ ചെയ്താൽ ശരിയാവുള്ളൂ. നിനക്ക് ഇന്റർവ്യൂ ചെയ്യാനുള്ള അടുക്കള പണിക്കാർ, തോട്ടിപ്പണിക്കാർ ഇതാപ്പുറത്തുണ്ട്. അതും മാത്രമല്ല, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വേണം അളവെടുക്കാനും യൂണിഫോം തയ്ക്കാനും. അളവെടുക്കാനാ? ഈ അടുക്കള പണിക്ക് എന്തിനാണ് യൂണിഫോം? അത് മുതലാളിക്ക് നിർബന്ധമുണ്ട്. അതുപോട്ടെ, മുതലാളിക്ക് സഞ്ചരിക്കാൻ ബെൻസ് കാർ വേണമെന്ന് പറഞ്ഞിട്ട് ഈ തല്ലിപ്പൊളി കാറോടെ കൊണ്ടുവന്നത്. മുതലാളിക്ക് സഞ്ചരിക്കാൻ വേറെ കാറുണ്ട്, ഇത് എനിക്ക് സഞ്ചരിക്കാനുള്ള വണ്ടിയാണ്. നിന്നോട് പറയുന്ന ജോലി നീ ചെയ്താൽ മതി. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നിന്നോട് പറഞ്ഞ പണി നീ ചെയ്താൽ മതി. നമുക്ക് ഒരുമിച്ച് ഇന്റർവ്യൂ നടത്താം. ഇത് ആദ്യം പറഞ്ഞ പോലെയായിരുന്നു. ഇവരൊക്കെ ഞാൻ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞതാണ്. നിനക്ക് വേണമെങ്കിൽ ഇതിന് ഇഷ്ടമുള്ള ഇന്റർവ്യൂ എടുത്തോ. ഇതിന്നൊരു 2 എണ്ണത്തിന് ഞാൻ ഇന്റർവ്യൂ നടത്തിക്കോട്ടെ. ലിതിനെ ഫോൺ വരാൻ കണ്ട നേരം. അമ്പാടിയിലേക്കുള്ള കൃഷ്ണന്റെ വരവ് പോലെയാണല്ലോ അവന്റെ എഴുന്നള്ളത്ത്. നാടളകിയിരിക്കല്ലേ? ഇളകണ്ട, പിന്നെ നിസാരക്കാരനൊന്നും അല്ലല്ലോ പറഞ്ഞത്. ശ്രീമംഗലത്തെ ഏക അവകാശിയല്ലേ, സ്വീകരിക്കണം നമുക്കവനെ കൊട്ടും കൊരവയുമായിട്ട്. കഴിഞ്ഞ പോലെ തോന്നുന്നു. കോടതി നിന്നെ എനിക്ക് ഏൽപ്പിച്ച ദിവസം അന്ന് നിനക്ക് വയസ്സ് പോന്നു. ഈ കൈകളിൽ കിടന്ന നീ വളർന്നത്. ഇവന് കൊടുക്കേണ്ട സ്നേഹം പോലും നിനക്ക് തന്ന നിന്നെ ഞാൻ വളർത്തിയതും. ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു നിന്നെക്കുറിച്ച്.
ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ അയച്ച് പഠിപ്പിക്കണം, വലിയ നിലയിലെത്തിക്കണം. പക്ഷേ ദുർഗുണപരിഹാര പാഠശാലയും സെൻട്രൽ ജയിലും ഒക്കെയാണ് നിനക്ക് വിധിച്ചത്. ഒരുപാട് ഉപദേശിച്ചു, ശാസിച്ചു, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. എന്റെ കുട്ടിക്ക് ഇതെന്തേ പറ്റിയെന്ന്. 2ാം ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ കണ്ണ് കുത്തി പൊട്ടിച്ചത് മുതൽ തുടങ്ങി 2 കൊലപാതകം വരെ എത്തി. ഞാൻ കാശ് വാരി എറിഞ്ഞതുകൊണ്ട് ജയിലിൽ ഒരു VIP പരിഗണന കിട്ടി. മതി മോനെ, ഇനി ഇതെല്ലാം അവസാനിപ്പിക്കണം. എല്ലാം ഒരു പുതിയ അധ്യായം. മനസ്സിലാവുണ്ടോ നിനക്ക്? ഇന്ന് നീ ശ്രീമംഗലത്തെ ഏക അവകാശിയാണ്. അറിയോ നിനക്ക് ഇതിന്റെ ആസ്തി എത്രയാണെന്ന്? ശ്രീമംഗലം ട്രാൻസ്പോർട്ട്, ശ്രീമംഗലം പ്ലാന്റേഷൻസ്, ശ്രീമംഗലം ഹോട്ടൽ, ശ്രീമംഗലം തിയേറ്റർ, ശ്രീമംഗലം ഇൻഡസ്ട്രീസ്. ഇനി ഇതെല്ലാം നീയാണ് നോക്കി നടത്തേണ്ടത്. മോനെ, എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കണം. എന്റെ സർക്കാരെ, നമ്മുടെ ഈ നമ്പ്യാർ സാറ് ആളൊരു നീറ്റ് പാർട്ടിയാ. സർക്കാർ എന്ന് പറഞ്ഞാൽ ജീവനാ. സർക്കാർ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ഈ നമ്പ്യാർ സാറാ. സർക്കാരിന്റെ ലാർജ് വേണോ സ്മോൾ വേണോ? എനിക്ക് വേണ്ട, ഞാൻ നിർത്തി. നിർത്തിന്നാ? ഇന്ന് മുതല് ഞാൻ ഡീസന്റാ. ഡീസന്റ് ആയെന്ന് ജയിലിൽ മാറ്റടിക്കുന്ന ആളാ ഡീസന്റ് എത്ര? അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആർക്കും ഡീസന്റ് ആവാൻ പറ്റൂല. ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഡീസന്റ് ആവാനൊക്കെ പറ്റും. അതിനെ വിൽ പവർ വേണം, വിൽ പവർ. നിനക്കൊന്നും അത് പറഞ്ഞിട്ടില്ലടാ. എന്നാ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ചേർന്ന് തരണം. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇന്ന് മുതൽ ഞാൻ നിർത്തിന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും നിനക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? മലയാളത്തിലല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? ഒരു മനുഷ്യൻ ഡീസന്റ് ആവാന്ന് വെച്ചാ അതിന് നിങ്ങൾ സമ്മതിക്കില്ല അല്ലേ? അപ്പൊ ഇതെന്താണ്? ഇതാണ് ഡീസന്റ്. ഡീസന്റ് റമ്മ പുതിയതായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയതല്ലേ? വ്യാജൻ ഇറങ്ങാൻ കുറച്ച് വൈകും. ഒഴിയടാ 3 എണ്ണം. എന്നാ ഞാനും ഇന്ന് മുതൽ ഡീസന്റ് ആകാൻ പോവാണ്. ഇത് നിറച്ചു വെച്ചിട്ട് എന്നെ ഒന്ന് ഡീസന്റ് ആക്കി. നീ ഡീസന്റ് ആവോ? കുമാര, ഒരു ദുഃഖം ഉണ്ടെങ്കിലേ സുഖമുള്ളടാ. ആ, ഒരു കയറ്റം ഉണ്ടെങ്കിലേ ഒരു ഇറക്കം ഉണ്ടാവൂ. ഒരു നോട്ടുണ്ടെങ്കിലേ ചില്ലറ ഉള്ളൂ. നമ്മളെ പോലെ ജയിലിൽ കിടന്നവരൊക്കെ മഹാമാരാവുമെന്ന് പണ്ടൊരു മഹാൻ പറഞ്ഞു. എത്ര ശരിയാണല്ലേ? ലാലാ ലജപത് റായ്, താന്തിയ തോപ്പി, ബാലഗംഗാധര തിലകൻ. ഈ ബാലനും ഗംഗാധരനും തിലകനും ഒക്കെ ഒരുമിച്ചാണ് കിടന്നത്. പിന്നെ അതിലെ തിലകനല്ലേ ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കണത്. പക്ഷെ ഇവരൊക്കെ മോട്ടിച്ചിട്ടല്ലല്ലോ ജയിലിൽ പോയത്. അത് ഓർക്കുമ്പോഴാ ഒരു വിഷമം. എടാ കുമാര, നമ്മൾ എത്ര വലിയവരായാലും നമ്മൾ നമ്മുടെ സർക്കാരിനെ മറക്കാൻ പാടില്ല. ആര് തരൂടെ ഇതൊക്കെ നമുക്ക്? ഞാൻ വലിയ പണക്കാരനായ എന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കാൻ വേണ്ടി അമ്മ പണയം വെച്ച വീട് ഇന്ന് ജപ്തിയിലിരിക്കുക. അതെനിക്ക് തിരിച്ചെടുക്കണം. നീ എത്ര വരെ പഠിച്ച്? 2ാം ക്ലാസ് വരെ. 2ാം ക്ലാസ് വരെ പഠിച്ചപ്പോഴേക്കും വീട് ജപ്തി ചെയ്താ? ഒരു മോൻ 2ാം ക്ലാസ് തന്നെ 15 കൊല്ലം പഠിച്ച ടാറ്റ വരെ തേണ്ടി പോകും. വെറുതെ അല്ല എന്റെ അമ്മേനെ പഠിപ്പിക്കാതിരുന്നത്, വീട് പോയാനേ. പക്ഷേ എന്റെ ആഗ്രഹം അതല്ലടാ. എന്റെ ഒരേ ഒരു പെങ്ങൾ നന്ദിനിക്കുട്ടിയുടെ കല്യാണം പട്ടുസാരി ഉടുത്ത് തലയിൽ മുല്ലപ്പൂ ചൂടി സ്വർണ്ണാഭരണ വിഭൂഷയായി കതിർ മണ്ഡപത്തിൽ സുന്ദരനായ ഒരു രാജകുമാരന് കൈപിടിച്ചു കൊടുത്ത്. നിർത്ത്. രാജകുമാരന് കൈ പിടിച്ചു കൊടുക്കാൻ വരട്ടെ. നിന്റെ പെങ്ങളെ കണ്ട് കാണാൻ. താടി മീശം വടിച്ച ദിറ്റോ ഞാൻ തന്നെ. അപ്പൊ കല്യാണം നടന്നു തന്നെ. ആ കല്യാണം ഞാൻ നടത്തും. സർക്കാർ ജയിലിൽ വെച്ച് എനിക്കത് എസ്റ്റേറ്റ് വിറ്റിട്ടാണെങ്കിലും ഞാൻ ആ കല്യാണം നടത്തും. എങ്ങനെ സർക്കാർ എനിക്ക് തന്ന എസ്റ്റേറ്റ് വിറ്റിട്ടാണെങ്കിലും നീ നിന്റെ പെങ്ങളുടെ കല്യാണം നടത്തല്ലേ? സർക്കാർ എനിക്ക് ആ എസ്റ്റേറ്റ് തരാന്ന് വാക്ക് പറഞ്ഞതിന്റെ പേരില ആ എസ്റ്റേറ്റ് നടാൻ വാനിലെ ഊതും ഞാൻ വാങ്ങിച്ചു അറിയാം. എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കിയിട്ട് നീ ആ എസ്റ്റേറ്റിൽ ഊതണ്ട. എടാ, 3 ഹോട്ടലിൽ സർക്കാർ നിനക്ക് തന്നില്ലേ? നിനക്ക് അവിടുത്തെ പണി അറിയാലോ. പ്ലേറ്റ് അഴിയതി. എനിക്ക് ആ ഹോട്ടൽ വേണ്ട, നീ എടുത്തോ. പക്ഷെ ആ എസ്റ്റേറ്റിൽ വാനിലെ ഊതും ഞാൻ തട്ടിരിക്കും. നിന്റെ വാനില നീ വാനിൽ നട്ടാ മതി. പുളുത്തണ്ട. നടത്തോടാ. ജയിലിൽ പോയാലും ശരി എന്റെ എന്താ ഒരു ബഹളം? മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. സർക്കാരല്ലേ പറഞ്ഞ ആ എസ്റ്റേറ്റ് എനിക്ക് തരാന്ന്? അതെ, സർക്കാർ ഇരിക്കുന്ന എസ്റ്റേറ്റിൽ ഇവൻ എന്നെ കൊണ്ട് വാനിലും നടിപ്പിക്കൂലെന്ന്. എടാ, എസ്റ്റേറ്റ് മാത്രമല്ല, എസ്റ്റേറ്റ്, ഹോട്ടല്, പെട്രോൾ പമ്പ്, സിനിമാ തിയേറ്റർ,
ബസ് സർവീസ് ഇതൊക്കെ നാളെ മുതല് നമ്മൾ ഒന്നിച്ചല്ലോടോ എൻജോയ് ചെയ്യാൻ പോണത്. ഗുഡ് മോർണിംഗ് മാഡം. ആരവരൊക്കെ? എനിക്കറിയില്ല മാഡം. തനിക്ക് അറിയില്ലെന്നോ? അല്ല, ഓഫീസ് 3 ദിവസം അവധി ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഇന്ന് രാവിലെ എത്തിയത്. ആരായാലും പിടിച്ച് പുറത്താക്ക്. ഇവിടുന്ന് എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ട തനിക്കെതിരെ ഞാൻ കേസെടുക്കും. ഓയ്! നിർത്ത. എന്താ ഇവിടെ? എല്ലാം ഇറങ്ങുള്ളില്ല. നോക്കണ്ട. ആരാ നിങ്ങളോട് ഇതിനകത്ത് കയറാൻ പറഞ്ഞത്? ചോദിച്ചിട്ടില്ലേ? ആരാ നിങ്ങളോട് ഇതിനകത്ത് കയറാൻ അകത്ത് പറഞ്ഞത്? കയറാൻ പറഞ്ഞ ഞാനാ. അത് ചോദിക്കാൻ താനാരാ? ആഹാ, ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഞാൻ ആരാന്ന് ചോദിക്കാൻ നീ ആരാടാ? എടാ നിന്റെ അച്ഛൻ. എന്റെ അച്ഛനെ പറഞ്ഞുണ്ടല്ലോ. എന്താ നിനക്ക് അച്ഛൻ ഇല്ലേ? അച്ഛൻ മരിച്ചിട്ട് അടിയന്തരം കഴിഞ്ഞുള്ളൂ. മരിച്ചു പോയ എന്റെ അച്ഛനെ പറയോടാ. എന്തിനാടാ ബഹളം വെക്കുന്നത്? ആരാ ഇത്? അത് ചോദിച്ചപ്പോ അവൻ എന്റെ മെക്കിട്ട് കയറുന്നു. കണ്ടാ തന്നെ അറിയില്ല ഏതോ അത്തപ്പാടിയെന്ന്. വല്ല നക്കാപ്പേച്ചും ചോദിച്ചു വന്നായിരിക്കും കൊടുത്തയച്ചേര്. ആഹാ, ജോലി അന്വേഷിച്ച് വന്നതായിരിക്കും. ഒരു പണി, തൊഴുത്തിലൊരു വേക്കൻസി ഉണ്ട്. തൊഴുത്തിലോ? വേണ്ട, കക്കൂസ കഴുകാൻ ആള് വേണം. ഞാൻ ആരാന്നാണ് നീ വിചാരിച്ചത്? നീ ആരാണ് എനിക്ക് ഞാൻ ആരാന്നോ? നീ ആരാടാ? ആരാടാ നീ? നീ എന്തിനാ ചെറിയ കാര്യത്തിന് കത്തിയെടുക്കണത്? എടുത്തുന്ന കടിച്ചിട്ട് മാന്തിയതാണ്. ആ പാവം പേടിച്ചിട്ടുണ്ടാവും. അയ്യോ. മാഡം, സംഗതി വളരെ സീരിയസ് ആണ്. മാഡം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മെയിൻ ഡോർ വെട്ടിപ്പൊളിച്ച് ഒരു ഗ്യാങ് തന്നെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ ചെന്ന പോലത്തെ ഒരു വലിയ വാളെടുത്ത് ആക്രമിക്കാൻ വന്നു. വേറൊരു തലയിൽ ഒരു കത്തിയെടുത്ത് തന്നെ കുത്താൻ വന്നു. എന്റെ പൊന്നു മാഡം, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ചിലപ്പോ അവന്മാരുടെ കയ്യിൽ തോക്കോ ബോംബോ വല്ലതും ഉണ്ടെങ്കിലോ. പോലീസിനെ വിളിക്കും മാഡം. അതാ ബുദ്ധി. പ്ലീസ് മാഡം. ഹലോ, പോലീസ് സ്റ്റേഷൻ. യെസ് മാഡം. സാറ് ക്വാർട്ടേഴ്സിലാണ് മാഡം. ഹൈക്കോടതിയിൽ പോയാൽ പോലും എന്റെ FIR-ൽ പഴുത് കണ്ടെത്താൻ പറ്റില്ല. അതാണ് FIR സുന്ദരേശൻ. സാർ ഈ കേസിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. രക്ഷിക്കാനാണല്ലോ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. വലിയ ഉപകാരം സാർ. സുന്ദരേശൻ വാങ്ങാറില്ല, കൊടുക്കാറേ ഉള്ളൂ. നിനക്ക് പാട്ട് പാടാൻ അറിയാമോ? ലജ്ജാവതി. അറിയില്ല സാർ. സാരമില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. പാട്ട് മാത്രമല്ല, ഡാൻസും പഠിപ്പിച്ചു തരാം. സമയമുണ്ടല്ലോ. നോൺസെൻസ്. ആരുടെ ഈ സമയത്ത് ബെല്ലടിച്ചേ? പോലീസ് ക്വാർട്ടേഴ്സ് റൈഡോ? താഴെ ഇരുന്നേ, ഞാൻ നോക്കിയിട്ട് വരാം. എൻ്റെ അമ്മ ഇവിടെ. സർ, എന്താണ്? അത്യാവശ്യമായിട്ടൊരു പീഡന കേസിന്റെ ഫയൽ നോക്കാൻ സമ്മതിക്കില്ലേ? ഓഫീസിൽ വെച്ച് നോക്കിയത് ആനത് ചോർത്തും. അതുകൊണ്ട് ആരും അറിയാതെ രഹസ്യമായിട്ട് ക്വാർട്ടേഴ്സ് വെക്കാന്ന് വെച്ചത്. RD അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഫുൾ ഡേ ലീവാണെന്ന് തനിക്ക് പറയാൻ പാടില്ലേ? ലീവ് ക്യാൻസൽ ചെയ്ത് ഫോഴ്സ് ആയിട്ട് ചെല്ലാൻ പറഞ്ഞു മാഡം. ചൂടായിട്ടിരിക്കുക. നൂൻഷഗോപി. എന്താ തുണി മാറ്റാൻ സമ്മതിക്കില്ലേ? പുറത്തേക്ക് പോടോ. ഇനിയിപ്പോ ഈ ഫയൽ എങ്ങനെ ക്ലോസ് ചെയ്യാ? തൽക്കാലം ഈ ഡോർ ക്ലോസ് ചെയ്യാം. അയ്യോ, ഈ സമയം കൊണ്ട് അവള് വല്ല TV ചാനലിൽ ഇന്റർവ്യൂ ആയിട്ട് കൊടുക്കോ? ഗുഡ് മോർണിംഗ് മാഡം. 3 ദിവസം ഇവിടെ ആരും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് ഇതെല്ലാം തന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. എന്നിട്ട് ഇപ്പൊ കുറെ നൊട്ടോറിയസ് ക്രിമിനൽസ് ഗവൺമെന്റ് പ്രോപ്പർട്ടി കൈയേറിയിരിക്കുന്നു. കഷ്ടി 1 കിലോമീറ്റർ ദൂരമുള്ള സ്റ്റേഷനിൽ സ്ഥല SI മാത്രം ഇതൊന്നും അറിഞ്ഞില്ല. എവിടെയായിരുന്നോ? അല്ല, എന്തിനാ മിസ്റ്റർ ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന് ഒരു ബോർഡ് എഴുതിയ ഗേറ്റിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്? യു ഹാവ് ടു ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ് ദം. യെസ് മാഡം. എല്ലാവരെയും ഇറക്കി വിടണം. ഇപ്പൊ തന്നെ ഇറക്കി വിടാം. വേലായുധാ. യെസ് മാഡം. താഴെ താഴെ താത്തി പിടിക്കണ. പച്ചമുളക തീരെ ചെറുതാ. സർക്കാര് ഈ തീരെ ചെറുതായി പോയില്ലേ? ചെറുതായി കുമാര. എന്തോ നമ്മള് ഈ വീട്ടിൽ എത്ര പേര്? നമ്മള് 3 പേര്. പിന്നെ എന്തിനാണ് ഇത്രയധികം ജോലിക്കാര്? ഒരു സർക്കാർ സ്ഥാപനമായ ഓഫീസ് സ്റ്റാഫ്, ടൈപ്പിസ്റ്റ്, സ്റ്റെനോ, PA, സൂപ്രണ്ട്, ജയിലർ, വാർഡർ ഒക്കെ വേണ്ടേ? കോളിംഗ് ബെല്ലടിച്ചാ നോക്കാൻ ഇവിടെ വേറെ ആളുണ്ടാ. കുമാര, ആരാ നോക്കി? അയ്യേ, ഇതെന്താ ഇറച്ചി? അല്ലെങ്കിൽ ഇതുപോലെ ആയി പോവും ഞാൻ. RDയുടെ കസ്റ്റഡിയിലുള്ള ബംഗ്ലാവിൽ അതിക്രമിച്ച് കയറാൻ ആരാണ് നിനക്ക് അധികാരം തന്നത്? നീയൊക്കെ നിയമം കയ്യിലെടുക്കും അല്ലടാ. ഇടിച്ചതിന്റെ എല്ലായിടത്തും ലജ്ജാവതി പാടിക്കളയും. ആരാ ഇവിടെ? ഓ, സർക്കാരാ. താനെന്നാണ് ഇവിടെ ചാർജ് എടുത്തത്? 2 മാസമായി.
അറിയില്ലേ? FIR സുന്ദരേശൻ. ഇത് കള്ളംകുമാരൻ, ഇത് പൂട്ടുറുമീസ്. ഏത് പൂട്ടും നടക്കുന്ന ഉറുമീസേ? എവിടെയുണ്ടോ ലൈഫ് ബോയ് അവിടെയുണ്ട് ആരോഗ്യം എന്ന് പറഞ്ഞ് നീ ടിവിയിൽ ഒരു പരസ്യം കണ്ടിട്ടില്ലേ? അത് ഈ സുന്ദരേശനെ കടന്ന് ഉണ്ടാക്കിയതല്ലേ? എവിടെയുണ്ടോ പീഡനം അവിടെയുണ്ടോ സുന്ദരേശൻ. അതായത് ഏതെങ്കിലും ഒരു VIP പ്രായപൂർത്തിയാകാത്ത ഒരു പെണ്ണിനെ പീഡിപ്പിക്കണം തോന്നിയാൽ സുന്ദരേശൻ ആദ്യം അവിടത്തേക്ക് സ്ഥലം മാറ്റും. പീഡനം നടന്നതായിട്ട് ആരെങ്കിലും ആരോപണം ഉയർത്തിയാൽ പീഡനം ആരോഗ്യ ചികിത്സയും, പെണ്ണിന്റെ പ്രായം 20-ന് മുകളിലാകും അല്ലെങ്കിൽ ആക്കും ഈ സുന്ദരേശൻ. അതല്ലേ FIR സുന്ദരേശൻ. നേരത്തെ പരിചയപ്പെടേണ്ടതായിരുന്നു. സർക്കാരെ ഒരു മിനിറ്റ്. പീഡിപ്പിക്കാനാണ്. സർക്കാരെ എന്റെ തൊപ്പി തെറിപ്പി. തന്റെ തൊപ്പിക്കകത്ത് എന്തോ ബോംബുണ്ടോ? തൊപ്പിക്കകത്ത് മാത്രമല്ല തലയിൽ മുഴുവൻ ബോംബാ. താൻ കാര്യം പറ. സർക്കാർ ജയിലിൽ കിടന്നപ്പോ ഒരു റിസീവർ അല്ലേ വീട് മുഴുവൻ നോക്കിക്കൊണ്ടിരുന്നത്? അതെ. ഇപ്പോഴും അവരുടെ കസ്റ്റഡിയിലാ. അവരോട് ചോദിച്ചിട്ടാണ് അകത്ത് കയറിയത്. എന്റെ വീട്ടിൽ കയറാൻ എനിക്ക് വേറെ ആരെങ്കിലും അനുവാദം ചോദിക്കണോ? അയ്യോ എന്റെ പൊന്ന് സർക്കാരെ എന്നെ വിഷമത്തിലാക്കരുത്. അതിപ്പോ RDOയുടെ ക്യാമ്പ് ഓഫീസാ. എന്റെ വീട്ടില് ഞാൻ അറിയാതെ ഒരു ആപ്പീസോ? ഏത് മറ്റവനാണ് അതിനുള്ള ധൈര്യം? മറ്റവനല്ല മറ്റവളാ. മറ്റവളോ? ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരട്ടെ? വേണ്ട. അല്ല വേണ്ട, ഞാൻ അവിടെ ചെന്ന് സർക്കാരിനെ അങ്ങോട്ട് വിളിക്കാം. ഓടവിടെ. ഹലോ, ഇറങ്ങിറങ്ങ്, എല്ലാം പുറത്തേക്ക് ഇറങ്ങ്. ഇറങ്ങടി പുറത്തേക്ക്. Who are you? Get out from here. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ഗെറ്റൗട്ട് പറയാൻ നീ ആരുടെ ചൂലെ? കടക്കടി പുറത്തേക്ക്. Inspector. വിളിക്ക്. എന്താ പോലീസിനെ വിളിച്ച് പേടിപ്പിക്കുന്നോ? നേരെന്ത് ശവം. Inspector. മാഡം ഞാൻ പറഞ്ഞയച്ചതല്ല. Inspector, എന്താ ഇതൊക്കെ? ഇയാളെ പിടിച്ച് മാറ്റൂ. അടുത്തങ്ങനെ മുട്ടുകാലിയും നെല്ലിയൊടിയും. താനെന്താ ഭീഷണിപ്പെടുത്തുക? തനിക്ക് സ്വത്ത് കൈമാറാൻ പാടില്ലെന്ന് ഓർഡർ ഉണ്ട്. അത് നിന്റെ ഓർഡർ ആയിരിക്കും. മാഡത്തിനടുത്ത് കൈ ചൂണ്ടി സംസാരിച്ചാലുണ്ടല്ലോ. Hey mister, this is government property. അതിക്രമിച്ച് കയറിയതിന് നിങ്ങളുടെ പേരിൽ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. എന്ത് ഗവൺമെന്റ് പ്രോപ്പർട്ടി? ഇത് എന്റെ പ്രോപ്പർട്ടിയാ. ഇവിടെ വലിഞ്ഞു കയറി വന്നതിന് നിന്റെ പേരിൽ ആക്ഷൻ എടുക്കേണ്ടത്. ഇൻസ്പെക്ടർ, arrest this criminal. അതേടി, ഞാൻ ക്രിമിനലാ. രണ്ടുപേരെ പച്ചക്ക് അരിഞ്ഞു കൊന്നിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിലേ സെൻട്രൽ ജയിലിലെ 7ാമത്തെ ബ്ലോക്കിൽ കിടന്നിരുന്ന മുകുന്ദൻ മേനൻ ആരാണെന്ന് സാറിനോട് ചോദിച്ചു നോക്ക്. ശരിയാണ്. മിസ്റ്റർ മുകുന്ദൻ, ഇത് നിങ്ങളുടെ വീടായിരിക്കാം, പക്ഷേ ഇത് ഇപ്പൊ ഗവൺമെന്റിന്റെ കൺട്രോളിലാ. രേഖാമൂലം ഗവൺമെന്റ് നിങ്ങൾക്ക് കൈമാറിയാൽ മാത്രമേ ഇതിന്റെ അവകാശം നിങ്ങൾക്ക് വന്ന് ചേരുകയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കളക്ടർ. നെറുകേട് എന്നോട് കാണിച്ച ആരായാലും ഞാൻ വെറുതെ വിടില്ല. ഒരുപാട് കൊണ്ടും കൊടുത്തും വളർന്നവനാ ഞാൻ. സാറിന് അറിയാലോ എന്നെ. പോലീസിനെ കണ്ട ഞാനെന്താ പേടിക്കുന്നു വിചാരിച്ചോ? ഒരുപാട് വിലങ്ങൾ കയറിയിറങ്ങിയ കയ്യാണത്. ഒന്നും മിണ്ടായിരിക്കടാ. അല്ലേ? ഒന്നും കൂടി അത് ഇട്ടുകൊണ്ട് ജയിലിനകത്തേക്ക് പോകാൻ എനിക്ക് മടിയൊന്നുമില്ല. ഒരുപക്ഷെ ഈ കൊച്ചിനെ എന്നെ അറിയില്ലായിരിക്കാം. ഇവിടെ RDO അല്ല, എന്ത് പണ്ടാറായാലും ശരി, എനിക്ക് എന്റെ സ്വത്തുക്കൾ കിട്ടണം. അച്ഛന്റെ കാലശേഷം സ്വത്തുക്കൾ മകനാന്നുള്ള കാര്യത്തിൽ സാറിന് സംശയമൊന്നുമില്ലല്ലോ? മുകുന്ദൻ, കൂൾ ഡൗൺ. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് എന്റെ സ്വത്തുക്കൾ എന്നെ തിരിച്ചേൽപ്പിക്കുന്നില്ല? ഏൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ. അതിന് ഗവൺമെന്റ് ചില തീരുമാനങ്ങൾ. അതായത് എന്ത് തീരുമാനം? മുകുന്ദൻ മേനോൻ എന്ന് പറയുന്ന വ്യക്തി പോലീസ് റെക്കോർഡുകളിൽ ഗുണ്ടയാണ്, ദാതയാണ്. ഇന്റർനാഷണൽ ക്രിമിനൽസുകളാണ് സുഹൃത്തുക്കൾ. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് ഹീനകൃത്യവും ചെയ്യുന്ന ആളാണ് താനെന്ന് കോടതിക്ക് വരെ ബോധ്യമുണ്ട്. നാടിനോ നാട്ടാർക്കോ നിങ്ങളെ കൊണ്ട് ഇതുവരെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഒരു തേർഡ് റേറ്റ് ക്രിമിനലിന്റെ കയ്യിൽ ഇത്രയും കോടി രൂപയുടെ ആസ്തി വന്നാൽ അത് രാജ്യത്തിനെതിരായിട്ട് ഉപയോഗിക്കില്ലേ? ഇന്റർനാഷണൽ ക്രിമിനൽസുകളുടെയും മാഫിയ ഗാങ്ങുകളുടെയും ഷെൽട്ടറുകളായി നിങ്ങളുടെ താവളങ്ങൾ മാറില്ല എന്ന് ആർക്കറിയാം? മാത്രമല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരേണ്ട നിങ്ങളുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഇതുവരെ കോടതിയിൽ എത്തിയിട്ടില്ല. എന്നാണോ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നിങ്ങളുടെ മേൽ വിശ്വാസം വരുന്നുവോ അന്നേ അവർ സർട്ടിഫിക്കറ്റ് കോടതിക്ക് നൽകൂ. അതവിടെ കിട്ടിയാൽ മാത്രമേ കോടതി ഉത്തരവോടെ സ്വന്തം സ്വത്ത് അനുഭവിക്കാൻ കഴിയൂ. മൂന്നൻ, വീണ്ടും നിങ്ങൾ നിങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനാണ് ഭാവമെങ്കിൽ നിങ്ങളുടെ സ്വത്ത് മുഴുവൻ ഇനിയും ഈ റിസീവറുടെ കയ്യിൽ തന്നെ ആയിരിക്കും. മൈൻഡ് ഇറ്റ്. പഴയ ജീവിതം വേണോ പുതിയ ജീവിതം വേണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇത്തിരി ഇല്ലാത്ത ഈ പരട്ട പെണ്ണ് വിചാരിച്ചാൽ എനിക്ക് എന്റെ സ്വത്തുക്കൾ തിരിച്ചു കിട്ടുള്ളൂ അല്ലേ? കാണിച്ചു തരാം, കളി ഞാൻ കാണിച്ചു തരാം. വടാ സർ, ഇനിയും ആ ഒരു മൂർഖം പാമ്പിനെയാണ് നിങ്ങൾ നോവിച്ചതെന്ന് ഓർമ്മ വേണം. മിസ്റ്റർ നമ്പ്യാരെ ഒന്ന് മീറ്റ് ചെയ്യേണ്ടി വരും. What about your opinion, sir? You proceed. അപ്പോ സംഗതി കുഴപ്പിക്കാൻ കരുതി കൂട്ടി ഇറങ്ങിയിരിക്കുക അല്ലേ? എന്താ അങ്കിൾ? നിന്നെ പൂട്ടാൻ നോക്കുകടാ. നിന്റെ ചെലവിലേക്കായി പ്രതിമാസം 10,000 രൂപ ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്നു. അതിന് അവളുടെ അടുത്ത് വൗച്ചർ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. ബാക്കിയൊക്കെ ഗവൺമെന്റ് നിയന്ത്രണത്തിൽ. ഞാനിവന്റെ സ്വത്ത് നോക്കി നടത്തിയിരുന്നപ്പോ വല്ല കുഴപ്പമുണ്ടായിരുന്നു? ആ, ഇപ്പൊ ശ്രീമംഗലത്തിന്റെ താക്കോല് RDOയുടെ കയ്യിൽ. അത് തീരുമാനിക്കാൻ അവളാരാ? ഈ കാണുന്ന മുഴുവൻ എന്റെ മാത്രം. നിന്റേതല്ലെന്ന് പറയുന്നില്ല, നിനക്ക് അധികാരമില്ല. ഇനി അത് കിട്ടണമെങ്കിൽ ഈ സ്കൂളിൽ TC വാങ്ങുമ്പോ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടില്ലേ, അതുപോലൊരു സർട്ടിഫിക്കറ്റ് അവള് തരണമെന്ന്. ഇത് എവിടുത്തെ ന്യായോ? ന്യായോ അന്യായോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഗവൺമെന്റ് എല്ലാ പഴുതുകളും അടച്ചിട്ടാ ഓർഡർ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോ കോടതി പോയിട്ടും പ്രയോജനമില്ല. ഗാർഡിയൻ സ്ഥാനത്ത് തന്നെ മാറ്റിയപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എളുപ്പ വഴി ഒന്നേ ഉള്ളൂ.
ഇനി അടിപിടിക്കൊന്നും പോവില്ല, നിരുപാധികം കീഴടങ്ങി തലതാഴ്ത്തി നടന്നോളാമെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് ഓച്ചാനിച്ച് നിൽക്കുക. അതിനെന്റെ പട്ടി പോവും. ആ, എന്നാ പിന്നെ അടുത്ത മാർഗം നിന്റെ വഴിയാ, ഗുണ്ടായിസം. അങ്കിൾ പറഞ്ഞോ? തട്ടാൻ പറ്റുമോ നിനക്ക് അവളെ? ആജ്ഞാപിച്ചതെല്ലാം അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. തല വെട്ടി ഈ കാൽക്കൽ കൊണ്ടുവെക്കണോ? പറഞ്ഞോ, ഇടവും വലവും നോക്കില്ല ഞാൻ. കണ്ടോടാ, നീയും മകനാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, ഇവനെ കണ്ടുപഠിക്കേ. ഈ കൈകളിലിട്ട് താരോലിച്ച് വളർത്തിയതാ നിന്നെ. തൽക്കാലം അതൊന്നും വേണ്ട, ആവശ്യം വരുമ്പോ അങ്കിള് പറഞ്ഞോളാം. അല്ലെങ്കിൽ തന്നെ നീ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിരിക്കുന്നു. നീ അവളെ അനുസരിപ്പിക്കണം. പേ പിടിച്ച പട്ടിയെ പോലെ അവൾ ഓടണം. അവളും അവളുടെ കുടുംബവും കൂട്ട നിലവിളിയോടെ നിന്റെ കാൽക്കൽ വന്ന് വീഴണം. അവനെ മുകുന്ദ, ഓ, അത് നിന്റെ വീടാ, ഇറങ്ങേണ്ടത് അവളാ. അധികാരത്തിന്റെ അപ്പകഷ്ണവും നിന്ന് അവൾ അവിടെ കൂടുകയാണെങ്കിൽ പുകച്ച് പുറത്ത് അടിക്കണം. ആ, ഇനി മുതൽ ഈ വണ്ടി നിനക്കിരിക്കട്ടെ. മുരളി, ഇവൻ ഇന്ന് ഇവന്റെ വീട്ടുമുറ്റത്ത് ആടിപ്പാടി രസിക്കട്ടെ. എല്ലാം ഏർപ്പാട് ചെയ്ത് കൊടുത്തേക്ക്. അവക്കൊരു ശല്യമായിട്ട് മാറണം. കൂട്ടിന് നീ നിന്റെ കൂട്ടുകാരെ കൂടെ വിളിച്ചോ.